വാ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. വാ. ഈ നാറി ഇവിടെ ഉണ്ടായിരുന്നു. ഓ, ഈ പകയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 8 കോടിയുടെ മുതല എന്റെ വീട്ടിൽ വന്ന് എച്ചിപ്പാത്രം കഴുകിയിട്ട് പോയത്. എടോ ആചാര്യ, അതിനു മുമ്പ് അവൻ എന്റെ വീട്ടിൽ വന്ന് അഴുക്ക് വസ്ത്രം കഴുകിട്ട് തന്റെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന്. പപ്പനാവാ, ആ, എന്റെ എസ്റ്റേറ്റിലെ മുഴുവൻ റബ്ബർ മരങ്ങൾ പാൽ ചുരത്തിയാലും 8 കോടി എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂടോ? എനിക്കും അങ്ങനെ തന്നെ ആടോ. എന്റെ പലിശ കണക്ക് പുസ്തകത്തിലെ എല്ലാ കണക്കുകളും ഹരിച്ചിട്ട് കുണിച്ചിട്ട് ഹരിച്ചാലും 8 കോടി വരത്തില്ല. എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക, ഈ വിഴുപ്പലക്കുന്നവനും എച്ചിൽ പാത്രം കഴുകുന്നവനൊക്കെ എന്തിനാ ഈ 8 കോടി? ആചാര്യ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ വക്കീലിനെ ഒന്ന് കണ്ടാലോ? ശരിയാ, ഇപ്പൊ തന്നെ കാണാം. എന്റെ വണ്ടി പോ. ഓ അബ്ദുള്ള, വണ്ടി എടുക്ക്. ആ രാഘവ, ഓ. ഞാൻ ആ വക്കീൽ ഓഫീസിൽ കാണും. വാ. വാ. ആ. എന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും തെറ്റിയില്ല. നിങ്ങളെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ നിങ്ങൾ ഇതും പറഞ്ഞ് എന്റെ അടുത്ത് വരുമെന്ന്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അവിടെയാണ് എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയത്. അതെ അതെ അതെ. അപ്പോഴേ വക്കീലേ, ഞങ്ങൾ എന്ത് വേണോന്ന് പറഞ്ഞാൽ മതി, ചെയ്തു തരാം. ഈ പണം അത് അർഹിക്കുന്നവന്റെ കയ്യിൽ വേണോ എത്താൻ, അല്ലാതെ ഈ എച്ചിൽ പാത്രം കഴുകി നടക്കുന്നവന്റെ കയ്യിലല്ല. ആ ബംഗാളിക്ക് മമ്മൂട്ടി, മിസ്റ്റർ മമ്മൂട്ടി. അല്ല വക്കീലേ, അവൻ ബംഗാളിയാ. അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കൂ. പിന്നെ അല്ലാതെ. ആ വക്കീലേ, നിങ്ങൾ പറ, എത്ര വേണം? പറഞ്ഞോളി. നമ്മൾ എവിടേക്കാ പോണേ മാഷേ? ഒന്ന് വേഗം നടക്കടങ്ങട്ട്. എങ്ങോട്ടാ പോണേ? എത്ര വലിയ കെട്ടിടം! ഇതിന്റെ മുകളിലോ മറ്റായിരുന്നല്ലോ സ്റ്റുഡിയോ. സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഫോട്ടോ പിടിക്കുന്ന സ്ഥലമല്ലേ മാഷേ? മുകളിലേക്ക് നോക്കടാ. ലെഫ്റ്റ് അല്പം കൂടെ എടാ മണ്ട എടുത്തോട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചേ, അല്പം കൂടെ. ചിരിക്കടാ. ഓക്കെ, റെഡി. ആ മമ്മൂട്ടി ഇവിടെ നോക്കട്ടെ. ദാ പഠിപ്പിച്ചവരെ ഒപ്പിട്ടോ. ഇവിടെ എം എ